ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇനി മിഷനിലായിരിക്കുന്നതുകൊണ്ട് സാധാരണ ഇവിടെ എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത് ജോയ് യേശു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്മയും സ്നേഹവും ഒക്കെ നേരുന്നു. പ്രഭാതത്തിൽ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം, അതിൻ്റെ 5-ാമത്തെ അധ്യായം 12 മുതൽ 22 വരെയുള്ള 11 വാക്യങ്ങൾ. അവിടെ സമൂഹ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നമ്മളൊക്കെ സമൂഹ ജീവികളാണ്, സമൂഹത്തിൽ കൂട്ടായ്മയിൽ ജീവിക്കുന്നവരാണ്. പലവിധ സമൂഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവിടെ ജീവിക്കുമ്പോൾ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത് ആ പാസേജിലെ 16, 17, 18 വാക്യങ്ങൾ. അതിങ്ങനെ പറയുന്നത്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് ഉള്ള, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ദൈവഹിതം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. ആ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം കടന്നു വരുന്നുണ്ട്. ആ സന്തോഷം ആനന്ദമായിട്ട് മാറുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കുവാൻ സാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഹിതം, പദ്ധതി, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ്. ഈശോ തന്നെ അത് പലപ്പോഴും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്, പറഞ്ഞു വെക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവസാന നിമിഷം യേശു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് രക്ഷ സാധ്യമാക്കാൻ വേണ്ടി കുരിശുമരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ഗത്സമനിയിലെ പ്രാർത്ഥനയിൽ അവിടുന്ന് പറയുന്നുണ്ടല്ലോ, പിതാവേ, ഇതൊക്കെ പറ്റുന്നല്ലാത്തൊരു അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, എങ്കിലും അവിടുത്തെ ഹിതം എന്താണോ, ഇഷ്ടം എന്താണോ, അത് നിറവേറട്ടെ. അതാണ് യേശുവിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. യേശുവിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു വലിയ ആനന്ദമുണ്ട്. ആ പദ്ധതികൾക്കായിട്ട് തയ്യാറാകുമ്പോഴും ആ പദ്ധതികൾ തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കപ്പെടുമ്പോഴും ഉണ്ടാകുന്ന ഒരു ദൈവികമായ ആനന്ദം, അത് ദൈവം തരുന്ന. അതുകൊണ്ടാണ് ഇപ്പോൾ സ്നേഹിതന്മാർ പറയുന്നത്, അത് ആരും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല എന്ന് പറയാനുള്ള കാരണം അവരനുഭവിച്ചൊരു ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചിലപ്പോൾ, അല്ലെങ്കിൽ സാവൂളായിരുന്ന കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ അന്നൊരു ആനന്ദം ഉണ്ടായിരുന്നുണ്ടാവില്ല. പക്ഷെ ദൈവത്തിന് വേണ്ടിയിട്ട് പീഡനം സഹിച്ചപ്പോഴും എല്ലാം, അല്ലെങ്കിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ അടി കൊണ്ടപ്പോഴും ഒക്കെ ഉണ്ടായ ഒരു ആനന്ദം, ആത്മീയ ആനന്ദമുണ്ട്. കാരണം ആത്മീയ ആനന്ദം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒന്നാണ്, അത് സ്വർഗത്തിൻ്റെതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നവരും അതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരുമായി മാറണമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവാൻ. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിന് നമുക്ക് സാധിക്കുന്ന ഇടം എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ ഇടങ്ങളാണ്. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളായിരിക്കാം, പിന്നെ കുറേ ദൂരെ മാറി ആരും ക്രിസ്തു ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയിലായിരിക്കാം. അത് കുറേ കൂടി ആനന്ദത്തിൻ്റെ ഒരു കുറേ വലിയ, അല്ലെങ്കിൽ വലുപ്പം, അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരോട് യേശുവിനെ കുറിച്ച് പറയുകയോ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുക. അവർക്ക് ചിലപ്പോൾ ഭാഷയുടെ പ്രശ്നം, നമുക്ക് ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരിക്കും, പറയാനൊന്നും സാധിക്കില്ല. പക്ഷെ അവരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങളിൽ, അവർ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സഹായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആനന്ദം പകർന്നു നൽകുന്നതാണ്. കാരണം അവർക്കത് നൽകുമ്പോൾ ക്രിസ്തു പറയുന്നൊരു വചനമുണ്ട്: ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ ഉടുക്കാനില്ലാത്തവനായിരുന്നു, ഞാൻ ദരിദ്രനായിരുന്നു, ഇതെല്ലാം നിങ്ങൾ എനിക്ക് നൽകി. ഇങ്ങനെ എത്രയോ ക്രിസ്തുമാരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു സാന്നിധ്യത്തിനായിട്ട്, നമ്മുടെയൊക്കെ ഒരു സ്നേഹത്തിനായിട്ട്, സ്നേഹത്തിൻ്റെ സ്പർശനത്തിനായിട്ട്, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിക്കായിട്ട് ജീവിക്കുന്ന എത്രയോ ക്രിസ്തുമാരാണ് ഇവിടെ ഉള്ളത്. അവിടെ ആ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലുകയും അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാൻ, അവരോട് സൗമ്യമായിട്ടൊന്ന് പെരുമാറുവാൻ, അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, അവരുടെ ജീവിതത്തിലെ കുറച്ചുകൂടി ഉന്നതിയിലേക്ക് നയിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ സുവിശേഷമാണ്. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങി അരങ്ങത്തേക്ക് എത്തുന്ന സുവിശേഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒക്കെ നമ്മൾ സുവിശേഷം പറയുന്നത് പോലെ തന്നെ അനേകം പ്രിയപ്പെട്ടവർ ഈ ലോകം മുഴുവൻ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച മഹാദൗത്യം നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറ്റണമെന്ന് സഭയും വിശുദ്ധ ബൈബിളും അല്ലെങ്കിൽ സഭാ പഠനങ്ങളൊക്കെ നമ്മളെ നിരന്തരം ഓർപ്പിക്കുന്നത്.
പൗലോസ്ലീഹ നമ്മളോട് പറയുന്ന ഒരു വലിയ വാക്യമുണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 9-16 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നെങ്കിൽ എനിക്ക് അതിന് അഹംഭാവത്തിന് വകയില്ല. ഞാനത് പ്രഘോഷിക്കുന്നില്ലെങ്കിലാണ് എനിക്ക് ദുരിതം. കാരണം ഈ ദുരിതം ഈ ലോകം മുഴുവൻ ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്നത് മുഴുവൻ സുവിശേഷം അതിൻ്റെ വേഗതയിൽ വ്യാപ്തിയിൽ അല്ലെങ്കിൽ വ്യാപിക്കാത്തത് കൊണ്ടാണെന്ന് ആണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെ എല്ലാവരും സുവിശേഷം തിരിച്ചറിഞ്ഞാൽ എല്ലാവരും ഒരു അപ്പൻ്റെ മക്കളാണെന്ന് എല്ലാവരും തിരിച്ചറിയും. പിന്നെ പരസ്പരം കലഹിക്കേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ വാശി പിടിക്കേണ്ടതിനൊന്നും കാര്യങ്ങളില്ല. പരസ്പരം സ്നേഹിക്കുക മാത്രമേ അവിടെ പിന്നെ ചെയ്യാനുള്ളൂ. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട് ലോകം മുഴുവൻ മാറാനായിട്ട് പുറത്തുവരെ നമുക്ക് ഇറങ്ങാം. ഒരുമിച്ചായിരുന്നു കൊണ്ട് കൈകോർത്ത് പിടിച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് ഒരു മനസ്സോടെ ഒരു ചിന്തയോടെ കർത്താവ് പറഞ്ഞ ആ മഹാദൗത്യം, കർത്താവ് പറഞ്ഞ ആ വലിയ ആ സ്നേഹത്തോടെ കൽപ്പനയോടെ നമുക്കിറങ്ങി ലോകം മുഴുവൻ പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും യേശുനാമത്തിൽ സ്തുതിയും സ്നേഹവും സന്തോഷവും സമാധാനവും നേരുന്നു. ദൈവം എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.